Conquer the world with love. Love you everybody. Your own ബോച്ചെ. ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ബോച്ചയുടെ അർത്ഥവത്തായ ഈ വാക്കുകൾക്ക് ഒരുപാട് ആഴമുണ്ട്. ഒരു ദിവസം ബോച്ചയ്ക്ക് ചെറിയൊരു ആഗ്രഹം. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികവും ആഡംബരക്കാരുമായ റോൾസ് റോയ്സ് ഒരു ടാക്സിയാക്കാൻ ആഗ്രഹം. അദ്ദേഹം അത് വളരെ ഈസി ആയിട്ട് നിറവേറ്റി. 25,000 രൂപയാണ് വാടക നിശ്ചയിച്ചത്. അങ്ങനെ ആ കാറിന് പല തവണകളിലായിട്ട് മെയിൻ്റനൻസ് വരികയും അതിൻ്റെ പാർട്സുകളൊന്നും നാട്ടിൽ കിട്ടാത്തത് മൂലം ഇത് കമ്പനി നേരിട്ട് അറിയുകയും ചെയ്തു. അദ്ദേഹത്തോട് ടാക്സി ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബോച്ചെ ഇത് കേട്ടപ്പോൾ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഒടുവിൽ ഇതറിഞ്ഞ കമ്പനി അദ്ദേഹത്തിൻ്റെ മാത്രം വണ്ടിയുടെ പാർട്സുകൾ 2-3 മാസം വരെ എടുത്ത് ഡിലേ ചെയ്യുകയാണ് ചെയ്തത്. ഇതിന് ബോച്ചെ കൊടുത്ത വളരെ രസകരമായിട്ടുള്ള മറുപടി അതിങ്ങനെയായിരുന്നു: തൻ്റെ ഈ വില കൂടിയ കാർ ഒരു ഫിലിം ഷൂട്ടിംഗ് സെറ്റിൽ ചെയ്യുന്നത് പോലെ ഒരു ഒഴിഞ്ഞ പറമ്പിലിട്ട് കൊണ്ട് താൻ കത്തിക്കുമെന്നായിരുന്നു ഭീഷണി. അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ട റോൾസ് റോയ്സ് കമ്പനി അദ്ദേഹത്തിന് മുമ്പിൽ ശരിക്കും തലകുനിക്കുകയാണ് ചെയ്തത്. ആ കമ്പനിക്ക് അറിയില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ ഹീറോയിസം. ലോക ഫുട്ബോളിൻ്റെയും അർജന്റീനയുടെയും എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളിൽ കൂടി ഒരാളായ സാക്ഷാൽ ഡീഗോ മറഡോണയെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് കൊണ്ടുവന്ന് തന്നെ തൻ്റെ ബ്രാൻഡുകളുടെ ഒഫീഷ്യൽ അംബാസിഡർ ആക്കുകയും അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച മനുഷ്യനാണ്. ഒരു വെള്ള തുണിയും ഒരു വെള്ള ടീഷർട്ടും മാത്രം ധരിച്ച് തലയിൽ ഒരു ഹെഡ് ബാൻഡും ധരിച്ചെത്തുന്ന തൻ്റേതായ ഓൺ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അടുത്തുണ്ടായിട്ടുള്ള ഒട്ടുമിക്ക പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും ഒക്കെ നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ബോബിച്ചേട്ടൻ. ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കുള്ള, എനിക്കും നിങ്ങൾക്കും ഒക്കെയുള്ള ഒരു വസ്ത്രത്തോടുള്ള ആഡംബര ഭ്രമം, ആ ഒരു കൺസെപ്റ്റിനെയൊക്കെ പാടെ തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനാണ്. ഇത്രയും വേറിട്ടുള്ള മനുഷ്യന്മാര് വിരലിൽ എണ്ണാവുന്നത് കുറച്ചേ കാണുള്ളൂ ഈ ഭൂമിയിൽ. അത്തരം ചില ചുരുക്കം ആളുകളിൽപ്പെട്ട ഒരാളാണ് ഡോക്ടർ ബോബി ചെമ്മണൂർ.